ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഐക്യയിലാണ്. അപ്പം ഇതിപ്പം ബാംഗ്ലൂർ ഐക്യയാണ്. നമ്മൾക്ക് ഇന്ത്യയിൽ ആകെ 1-2 സ്ഥലത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹൈദരാബാദിലുണ്ട്, പിന്നെ മുംബൈയിൽ ഒരെണ്ണം ഉണ്ട്. അതിന് പുറമേ ഇപ്പം തേർഡ് ആണെന്ന് തോന്നുന്നു ഇപ്പം ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കുറച്ചായിട്ടേ ഉള്ളൂ, 2-3 മാസമായിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ മുൻപ് ദുബായിലുള്ള ഐക്യയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐക്യനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഐക്യ എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് കമ്പനിയാണ്. അപ്പം അവർ കൂടുതലായിട്ടും നമുക്ക് റെഡി ടു അസംബിൾ ആയിട്ടുള്ള ഫേർണിച്ചേഴ്സും കിച്ചൺ അപ്ലയൻസും പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, മെയിൻലി കിച്ചൺ ഐറ്റംസ് ആണ്, പിന്നെ ഫേർണിച്ചേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില്ലേ അങ്ങനത്തത്. അല്ലാതെ ആക്സസറീസോ ഡ്രസ്സോ അങ്ങനത്തെ ഒന്നും അവിടെ ലഭിക്കുന്നതല്ല. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളും പിന്നെ അവർ നല്ല ഭംഗിയിലായിട്ട് നമുക്ക് ഓരോ റൂംസായിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടുന്ന് നമുക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ മാർക്കറ്റിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് നടന്നാൽ നമ്മൾ ടയർഡായി പോകും. ഒരു ദിവസം ഫുള്ള് വേണം ഇവിടെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ചില പ്രൊഡക്ട്സാണ്. ഈ വളരെ റേറ്റ് കുറഞ്ഞ പ്രൊഡക്ട്സും ഉണ്ട്, എന്നാൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഹൈ ക്വാളിറ്റി ആയിട്ട് വരുന്നത് കുറേ പ്രൊഡക്ട്സും ഉണ്ട്. അങ്ങനെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഐക്യയെ കുറിച്ചിട്ട്. പൈസ കുറവുള്ള, അതായത് 19 രൂപ തൊട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓരോ പ്രൊഡക്ട്സ്. പക്ഷേ 10 രൂപയോ ഒക്കെ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേപോലെ എന്താ പറയുക, ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും അവിടെ അവൈലബിൾ ആണ്. 1 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും ഒക്കെ കിച്ചണും അങ്ങനത്തെ ഒക്കെ അറേഞ്ച് ചെയ്ത് കിച്ചൺ കബേർഡ്സ് ഒക്കെ ഇല്ലേ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന നാട്ടിലൊക്കെ ചെയ്യുന്നത്, ആ ഒരു രീതിക്കും അവിടെ അവൈലബിൾ ആണ്. ഇതേപോലെ ഒരുപാട് സെക്ഷൻസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ട്. ഇതിപ്പോൾ കിഡ്സിൻ്റെ സെക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ അതൊരു കിഡ്സിൻ്റെ സ്നാക്ക് ബോക്സോ ലഞ്ച് ബോക്സോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയാണ്, നല്ല ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 2-3 സാൻഡ്വിച്ചൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു ഹൈറ്റ് അതിന് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്കൊരു സ്റ്റോറേജ് ബോക്സ് ആണ് വരുന്നത്. ഇതേപോലത്തെ ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓപ്പൺ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഭയങ്കര വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഞാൻ ഭയങ്കര ഒബ്സെസ്ഡ് ആണ് ഐക്യനെ കുറിച്ചിട്ട് പറയുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ. എല്ലാം നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ 5 വർഷം മുന്നേ ഒക്കെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഉണ്ട്. അതാണ് അവിടുത്തെ പ്രത്യേകത. പക്ഷേ റേറ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം ഭയങ്കര കുറവാണെന്നൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ചില സാധനങ്ങളുണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അവർക്കൊരു ചെയർ വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഏകദേശം 700 or 699 അങ്ങനെ എന്തോ ആണ് അതിന് വരുന്നത്. പല കളേഴ്സും അവിടെ അവൈലബിൾ ആണ്. 299 ആണ് ഇതിന് വരുന്നത്. അപ്പം അതാണ് നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് അഡൽട്സിന് വരെ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇതേപോലെ നമുക്ക് ഈ കാണുന്ന ബെഡൊക്കെ നമുക്ക് അവർ തന്നെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ബോക്സ് ടൈപ്പായിട്ട് ചെറിയ പാക്കേജിങ്ങിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ക്യാരി ചെയ്യാനുള്ള ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ അതൊരു മൊബൈൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ നമുക്ക് ടാബ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഹെഡ്സെറ്റിൻ്റെ ഒക്കെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബെഡ് അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അതിന് ചുറ്റിപ്പറ്റി നിന്നു. പക്ഷെ നമ്മളുടെ വണ്ടിയിൽ ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ തേർഡ് പാർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഷിപ്പ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു കോട്ടോ ഒക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 19,000 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഓരോരോ പ്രോഡക്റ്റ്സ് അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓരോ റൂമായിട്ടും. അപ്പോൾ അതിൻ്റെ എല്ലാം റേറ്റ് അവിടെ തന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. നമുക്ക് അതിൻ്റെ ആ റെഡ് കളർ കാണുന്നില്ലേ, അപ്പോൾ ആ ഒരു റെഡിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും അത് എവിടെയായിരിക്കും അവൈലബിൾ എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിൽ തന്നെ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെച്ചതുണ്ടാവും. അത് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് ആ ഏതാണ് സീരിയൽ നമ്പറൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒരുപാട് ഫേർണിച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് നമുക്കിങ്ങനെ അപ്പോൾ പിക്ക് ചെയ്തിട്ട് ഇടാനുള്ളൊരു ഫെസിലിറ്റി അവിടെ ഇല്ല. ഇതൊക്കെ ഓഫറിൽ ഇട്ടേക്കായിരുന്നു. ഇതിന് ആ ഡ്രോവറിന് വേറെ റേറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിന് വരുന്നത്. ലോവസ്റ്റ് പ്രൈസിൽ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിന് വേറെ റേറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള പുൾ ഔട്ട്സിനെല്ലാം വേറെ റേറ്റ്സ് ആണ് വരുന്നത്. ഇതൊക്കെ ഒരു സ്റ്റോറേജ് ബോക്സസ് ആണ്. പല ആവശ്യങ്ങൾക്കും കിച്ചണിലായിട്ടും നമുക്ക് കബേർഡിൽ ഡ്രസ്സ് വെക്കുന്നിടത്തിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാങ്ങേഴ്സിനൊക്കെ 149 ഒക്കെ ഉള്ളൂ. 10 അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. ഇത് കുറേ ചെസ്റ്റ് ഓഫ് ഡ്രോവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് 12,000 ഒക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 12 കുറഞ്ഞതൊക്കെ ഉണ്ട്, 5,000 ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്
അടിപൊളിയാണ്, നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊന്നും കൊണ്ടുവരാനുള്ള സ്പേസ് നമ്മളുടെ കാറിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് 99 ഒരു സ്റ്റോറേജ് ബോക്സാണ്. നമുക്ക് മെഡിസിനോ ചാർജറൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതേപോലെയാണ് അവർ റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓരോ സെക്ഷനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഒരു റൂമിൽ ഉണ്ടാവും ആ ഒരു രീതിക്കാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിലുള്ള നമുക്ക് ഒരു ടിഷ്യൂ ബോക്സ് വരെ അവർ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കണ്ടില്ലേ? അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു ഒരു റൂമിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ടാഗും ഉണ്ടാവും. ആ ടാഗ് നോക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. നമുക്ക് എഴുതിയിട്ടൊക്കെ പോയിട്ട് നോക്കാം. അതിൻ്റെ മേലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സിൻ്റെ മേലെ വരെ ഉണ്ടാവും ഒരു നമ്പർ. അത് വെച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ പിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു സ്റ്റാൻഡാണ്. നമുക്ക് നോർമലി കിച്ചണിലോ അല്ലെങ്കിൽ കബേർഡ്സിൻ്റെ ഉള്ളിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ടേബിളാണ്. ഇത് ടേബിൾ നമുക്ക് ഓഫീസ് യൂസ് ആക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ടേബിളാണ്. അപ്പോൾ അതിനൊരു ഓഫീസ് സെക്ഷൻ വേറെ തന്നെയുണ്ട്. ഓഫീസ് ചെയർസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വേറെ തന്നെ ഒരു സെക്ഷനാണ്. പിന്നെ ഇത് കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റെഡിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിക്കാണ് അവിടുന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് അവർ ആ ഒരു ലാമ്പിൻ്റെ മേലെ വരെ കാണുന്നില്ല, ഹാങ് ചെയ്ത് വെക്കുന്നതിൻ്റെ മേലെ വരെ ടാഗ് ഉണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാർക്ക് ചെയ്തിട്ട് പോയിട്ട് നമ്മൾ ലാസ്റ്റ് ഷോപ്പിംഗ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എടുത്തിട്ട് ബില്ല് ചെയ്യാം. ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ. കിച്ചൺ വരെ വാവുന്നായിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിക്ക് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് എടുക്കാം. അങ്ങനെ റേറ്റ് വലിയ വിലക്കുറവ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ക്വാളിറ്റി നല്ലതാണ്. ആൻഡ് നമുക്ക് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന സാധനം ആ ഒരു രീതിക്ക് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാം ഇതേപോലെ സ്റ്റോറേജ് സാധനങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ കബേർഡ്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സ്റ്റോറേജ് നല്ല ഭംഗിയുള്ളതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇതാക്കാം, യൂസ് ചെയ്യാം. ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കാം. ഇതൊക്കെ സ്റ്റാൻഡാണ്. പിന്നെ ഇത് നമ്മളുടെ കിച്ചണിൻ്റെ ഡ്രോവറിൻ്റെ ഉള്ളിൽ വെക്കുന്ന സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കട്ട്ലറി ട്രേ എന്ന് പറയുന്ന സംഭവമില്ലേ, അതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നാട്ടിലെത്തിയിട്ട് അവരുടെ കൊണ്ട് കബേർഡ്സ് ഉണ്ടാക്കാം, അങ്ങനെയും ചെയ്യാം. ഇത് ബ്രഷാണ്, നമ്മൾ ബോട്ടിൽ ബ്രഷ് ഇല്ലേ, അപ്പോൾ അതാണ് നല്ല ക്വാളിറ്റി, നല്ല ഹാർഡായിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇത് ടിഷ്യൂ ഹോൾഡറാണ് വരുന്നത്. ടിഷ്യൂ റോൾസൊക്കെ നമുക്ക് കിച്ചണിലൊക്കെ കിച്ചൺ ടിഷ്യൂസൊക്കെ നമുക്ക് അതിൽ സ്റ്റാക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ലേസ് ചിപ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നതൊക്കെ നമുക്ക് റബ്ബർ ബാൻഡൊന്നും ഇട്ട് വെക്കണം, നമുക്ക് അത് വെച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇത് കിച്ചൺ ടവൽസ് ആണ്, ഒക്കെ നല്ല റീസണബിൾ റേറ്റ് ആണ്. ഇത് മാറ്റാണ്, ഡ്രൈയിങ് മാറ്റ്. നമുക്ക് ഗ്ലാസ്സൊക്കെ കഴുകിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വെള്ളമൊക്കെ പുറത്താവാതെ ഒക്കെ നീറ്റിൽ ഉണ്ടാവും. ഇതും അതേപോലെ ഒരു മാറ്റാണ് വരുന്നത്. പിന്നെ ഇതൊരു നല്ല ബൗളാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല ബൗളാണ്. കുറച്ച് അത്ര ഓവർ പ്രൈസ് ഒന്നുമല്ല, ബട്ട് 600 അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. പിന്നെ കുറേ നോൺ സ്റ്റിക്ക് പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. Baby, you give me ice and
അവിടെ തന്നെ ഐക്യേൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു സെക്ഷനിൽ റെസ്റ്റോറൻറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ അവിടുന്ന് ആദ്യം എടുത്ത് ട്രോളിയിലേക്ക് ഇട്ടതിന് ശേഷമാണ് ബില്ലിങ് വരുന്നത്. സാധാരണ ബില്ല് ചെയ്തിട്ട് ആ ഒരു ഫുഡ് പോയിട്ട് കളക്ട് ചെയ്യാമെന്നല്ലേ. ഇത് നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ ടൈം അധികം എടുക്കുന്നില്ല ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമുക്ക് കാണുന്ന ഫുഡ് തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് നമ്മളെ ട്രോളിയിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ആ ഒരു രീതിക്ക് എടുത്ത് ഭക്ഷണങ്ങൾ മാത്രം ബില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീഡിഷ് ലഞ്ചായിരുന്നു. കിഡിലായിരുന്നു. എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീഡിഷ് ഫ്ലാഗൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കാണുന്നില്ലേ. മീറ്റ് ബോളാണ് വരുന്നത്, ചിക്കൻ മീറ്റ് ബോളാണ് വരുന്നത്. അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓയിൽ ഡിസ്പെൻസറാണ്, നല്ലതാണ്. അങ്ങനെ ഓയിൽ ഓവർഫ്ലോ ചെയ്യുന്നതോ അല്ലെങ്കിൽ സൈഡിൽ കൂടെയുള്ള ലീക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ ചെറിയ സൂപ്പ് ചെയ്യുന്ന സ്കൂപ്പും കാര്യങ്ങളൊക്കെയാണ് സൂപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതും പിന്നെ ഇത് മാഷ് ചെയ്യുന്നതും അങ്ങനെ കണ്ടിട്ടുള്ള വേറെ കുറേ ടൈപ്പ് സാധനങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മളുടെ ഐക്യ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടല്ല എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.